രക്ഷയെ പറ്റിയുള്ള ചില സത്യങ്ങളായിരുന്നു നാം ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയിൽ ഒരു പോള് ഇടുവാൻ ഇടയായി തീർന്നു. അതിൻ്റെ റെസ്പോൺസസ് ഒക്കെ എനിക്ക് കിട്ടി. അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹമുണ്ട്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: നിങ്ങൾ എന്തുകൊണ്ടാണ് നന്മ പ്രവർത്തികൾ ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അതിനകത്തെ ഒരു ആൻസർ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് എന്നുള്ളതായിരുന്നു. ന്യായവിധി ഉണ്ടാകുമെന്നുള്ള പേടിയുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു കാര്യം ഞാൻ നന്മ പ്രവർത്തി ചെയ്യുന്നു എന്ന് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു ആൻസറാണ്. ജസ്റ്റ് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഐ എം സേയിങ് ദാറ്റ് വാസ് എ റോങ് ആൻസർ. ബിക്കോസ് ന്യായവിധി നമുക്കുണ്ടാകുന്നത് നാം ചെയ്യുന്ന നന്മ പ്രവർത്തികളല്ല. പ്രവൃത്തി എന്നുള്ളത് ടോട്ടലി ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിലാണ് എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ കാണുന്നത് എന്നുള്ളത് നാം ഇന്ന് ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചു, കരുണാസമ്പന്നനായ ദൈവമോ തൻ്റെ കരുണയാൽ അവൻ നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ പറ്റി കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിക്കുവാനിടയായി തീർന്നു. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, നാം കോപത്തിൻ്റെ മക്കളായിരുന്നപ്പോൾ കരുണാസമ്പന്നനായ ദൈവം അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് വന്ന് നമ്മെ രക്ഷിക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുവാൻ ഇടയായത്. നാം ഇന്ന് ചിന്തിക്കുന്നത് അതിൻ്റെ കണക്റ്റഡായിട്ട് തന്നെയാണ്. 4 മുതലുള്ള വേഴ്സസ് ആണ് നാം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അതിനകത്ത് 1-2 കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേഴ്സസ് 4 through 10 ആരെങ്കിലും ഒരാളെ ശബ്ദമുയർത്തി വായിച്ച് സഹായിച്ചാൽ വളരെ നല്ലതായിരുന്നു. യെസ് യെസ് തന്റെ കൃപയുടെ അത്യന്തതരത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമൊക്കെയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവർത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശു സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കി. ഓക്കെ, താങ്ക് യു സോ മച്ച്. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു ഗോഡ്സ് ക്യാരക്ടർ. നാം ആദ്യം ചിന്തിച്ചു എന്തായിരുന്നു? ഹീസ് റിച്ച് ഇൻ mercy, കരുണ സമ്പന്നനായ ദൈവം. വാട്ട് മോട്ടിവേറ്റഡ് ഗോഡ് ടു സെൻഡ് ഹിസ് സൺ ടു us? because of his great love. ഒന്ന്, riches in mercy. The second one is the greatness of his love towards us. നാം പറഞ്ഞായിരുന്നു അഗപ്പേ ലവ് ആണ് നാം അവിടെ കാണുന്നത്. മൂന്നാമത് ഗോഡ്സ് ആക്ഷൻ. എന്താണ് ചെയ്തത്? തൻ്റെ സ്നേഹമുണ്ട്, തൻ്റെ കരുണയുണ്ട്. മൂന്നാമത്, വാട്ട് വാസ് ഗോഡ്സ് ആക്ഷൻ ടു റിഡീം us? He made us alive with Christ. അവൻ നമ്മെ ഉയർപ്പിച്ചു എന്നുള്ള വാക്കാണ് അവിടെ കാണുന്നത്. ഇതിൻ്റെ റൂട്ട് മീനിങ്ങിലേക്ക് പോകുമ്പോൾ ഉയർപ്പിച്ചു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വരുന്നത് കോ റിസറക്റ്റ് എന്നാണ്. അതല്ലെങ്കിൽ ടു ബ്രീത്ത് ലൈഫ് ഇൻ ടു സം വൺ എലോങ് സൈഡ് അനദർ, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ. ഇറ്റ് മീൻസ് യു ആർ ഷെയറിങ് ഒംനിപ്രൊട്ടൻസും ഒംനീഷ്യൻസും അല്ല ഞാൻ പറയുന്നത്. അവനോട് ആ നിരയിൽ ഉയർപ്പിക്കുവാൻ ഇടയായി എന്നാണ് പൗലോസ് ഈ വേദഭാഗത്തിൽ കാണുന്നത്. ആൻഡ് സാൽവേഷൻ എന്ന് പറയുന്നത് ഒരു റീജനറേറ്റീവ് പ്രോസസ് ആണെന്ന് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചായിരുന്നു, അല്ലേ? മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരു വ്യക്തിയിൽ ഉണ്ടായിട്ട് അവൻ റീജനറേറ്റ് ആയിട്ട് അവൻ ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അല്ലെങ്കിൽ അവൻ്റെ വിളിയോട് പ്രതികരിക്കുന്നതാണ് രക്ഷയെന്ന് നാം പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ? ആ ഒരു റീജനറേറ്റീവ് പ്രോസസ്സ് ഒരു സൂപ്പർ നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാകാം, അങ്ങനെയാണെങ്കിൽ സുവിശേഷം നാം എല്ലാവരോടും പറയേണ്ട ആവശ്യമുണ്ടോ? കാരണം കർത്താവല്ലേ ഹൃദയം തുറക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ സുവിശേഷം അറിയിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടായേക്കാം. പക്ഷെങ്കിൽ വേറൊരു വാക്യമുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ അല്ലെ ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ആരും പറയാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? സോ ഒരടച്ചു വച്ചിരിക്കുന്ന കുടത്തിനോടല്ല നാം പ്രസംഗിക്കുന്നത്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനോടാണ് നാം സംസാരിക്കുന്നത്. നാം സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അന്നേരം അതിൻ്റെ റെസ്പോൺസ് കിട്ടത്തില്ലായിരിക്കാം. ഇറ്റ് മീൻസ് നമ്മളല്ല റീജനറേറ്റീവ് പ്രോസസ്സ് ഒരു വ്യക്തിയിൽ ചെയ്യുന്നത്. നാം പിടിച്ചിരുത്തി ഒരുവനെ രക്ഷിക്കപ്പെടുത്താൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ?
ഒരുത്തനെ പിടിച്ചിരുത്തി ഇന്ന് നിന്നെ മാനസാന്തരപ്പെടുത്തിയിട്ടേ പോകത്തുള്ളെന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് യു ആർ ആക്ടിങ് ആസ് ഗോഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. അത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. നമുക്ക് സ്നേഹത്തിൽ, സാഹോദര്യത്തിൽ, സമാധാനത്തിൽ സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ പറയാം. അതിൻ്റെ അവസാനം ഇങ്ങനെ ചോദിക്കരുത്, ഇന്ന് നീ രക്ഷിക്കപ്പെടുന്നുണ്ടോ? അതല്ല ചോദിക്കേണ്ടത്. അവൻ്റെ ഹൃദയം തുറക്കുവാൻ നാം പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നാച്ചുറൽ അപ്രോച്ച് ടു ദി ഗോസ്പൽ എന്ന് പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഉന്തി മരം കയറ്റുന്ന ഇന്നത്തെ പല പെന്തക്കോസ്ത് സഭകളിലിരിക്കുന്ന വിശ്വാസികളെ പോലെ ആയിപ്പോവും. ഹല്ലേലൂയ. ദൈവമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. പാപബോധമില്ലാതെ പാസ്റ്ററെ പ്രസാദിപ്പിക്കാൻ, അല്ലെ അപ്പനെ പ്രസാദിപ്പിക്കാൻ, അമ്മയെ പ്രസാദിപ്പിക്കാൻ, എന്നാൽ പിന്നെ മുങ്ങി പൊങ്ങിയേക്കാം എന്ന് പറയുന്ന സ്വഭാവത്തിലേക്ക് ഒരു വ്യക്തി വരും. നമുക്ക് വേണേൽ മേനി പറയാം, കണ്ടോ ഞാനൊരാളെ രക്ഷയിലേക്ക് നയിച്ചു. നോ, നമ്മളല്ല രക്ഷയിലേക്ക് നയിക്കുന്നത്. ബേസിക്കലി അത് മനസ്സിലാക്കണം. നമുക്ക് പ്രവൃത്തി ചെയ്യാം. എന്താണ്? സുവിശേഷത്തിന്റെ വിത്തുകൾ ഹൃദയങ്ങളിലേക്ക് അയക്കാം, പാകാം എന്നുള്ള ഒറ്റ കാര്യമേ നമുക്ക് പറ്റത്തുള്ളൂ. വി കനോട്ട് റീജനറേറ്റ് എ ഡെഡ് പേഴ്സൺ. ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് നാം സുവിശേഷീകരിക്കുന്ന രീതിയൊക്കെ മാറും. നിന്നെയും കൊല്ലും ഞാനും ചാകും എന്നുള്ള പ്രകൃതമല്ല സുവിശേഷത്തിൻ്റെ പ്രകൃതം എന്ന് പറയുന്നത്. വളരെ സാവധാനത്തിൽ, സ്നേഹത്തിൽ സംസാരിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും സുവിശേഷത്തെ നമ്മൾ ഭയങ്കര കോംപ്ലക്സ് ആക്കിയാണ് പറയുന്നത്, അല്ലേ? അതായത് ഇന്ന് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ തീർന്നടാ, ശരിയാണ്, അത് പറയണം. പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് നാം പ്രാർത്ഥിക്കണം അതോടുകൂടെ ചെന്ന്, കർത്താവേ ഞാൻ ഈ പറയുന്ന വചനം അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാൻ അങ്ങ് കൃപ നൽകണം കർത്താവേ. ഐ എം ജസ്റ്റ് എ മെസ്സഞ്ചർ, ഐ എം ജസ്റ്റ് എ കാരിയർ ഓഫ് ദിസ് ഗോസ്പൽ. ആൻഡ് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്രയോജന ദാസന്മാർ. നമ്മൾ അപ്രയോജന ദാസന്മാരാകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഇന്ന് പറ്റിയാൽ സ്ഥാനപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് ഒരുവൻ്റെ പ്രൈവസിയിലേക്ക് നാം എൻക്രോച്ച് ചെയ്യുവല്ല. വി ആർ അലവിങ് ഗോഡ് ടു ഇൻ്റർവീൻ ഇൻ ദെയർ ഹാർട്ട്സ്. നമ്മൾ ഒരാളെ സംസാരിച്ച് നാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഒഫൻഡഡ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ സുവിശേഷത്തിന് സത്യത്തിനകത്ത് കോംപ്രമൈസ് ഉണ്ടാക്കണം എന്നല്ല അവിടെ പറയുന്നത്. ബട്ട് വി ഹാവ് ടു ഷെയർ ദ ഗോസ്പൽ, ദ ട്രൂത്ത് ഓഫ് ദിസ് ഗോസ്പൽ. ബട്ട് അലൗ ദ ഗോഡ് ടു റീജനറേറ്റ് ദെയർ ഹാർട്ട്സ്. നമ്മൾ ആരുടെ ഹൃദയത്തെ പുനർജീവിപ്പിക്കാൻ, റീജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ നാം സുവിശേഷം അറിയിക്കാൻ, നാം സുവിശേഷത്തിൻ്റെ വക്താക്കളായിട്ട് നിൽക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. നാം നിൽക്കുമ്പോൾ ഈ ഒരു പരിജ്ഞാനം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. ഹല്ലേലൂയ. പരിജ്ഞാനമില്ലെങ്കിൽ നാം ചെയ്യുന്ന പല പ്രവർത്തികളും ദൈവത്തിന് തുല്യമായിട്ടായിരിക്കും നാം ചെയ്യുന്നത്. കാരണം we are trying to regenerate the heart of the people. No, you are not doing that. You are just a servant of his kingdom. ഈ ദൈവരാജ്യത്തിൻ്റെ ഒരു ഭൃത്യൻ മാത്രമാണ് നാം ഓരോരുത്തരും. ദൈവത്തിൻ്റെ സ്ഥാനത്തിലേക്ക് പോകരുത്. Do not try to regenerate the hearts of the people. ദൈവമാണിത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്തിനാ സ്ക്രൂ ചെയ്ത് അവൻ്റെ ഹൃദയത്തിൽ ഇറക്കാൻ ശ്രമിക്കുന്നത്? നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങത്തില്ല. ബിക്കോസ് ഇറ്റ്സ് എ ടൈം, ദർ ഇസ് എ ടൈം ഫോർ എവ്രിത്തിങ്. ദൈവത്തിൻ്റെ ആ മനസ്സിലേക്ക് അവർ അടുത്തു വരുവാൻ ദൈവത്തിനൊരു സമയം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ സമയത്ത് കൃത്യമായി ആ കല്ലായിട്ടിരിക്കുന്ന ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നനവനാൽ, മഴയാൽ അവർ കുതിർന്ന് വചനത്തിൻ്റെ വേരുകൾ ഫലപ്രാപ്തിയിലേക്ക് വരത്തക്ക രീതിയിൽ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയാകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സുവിശേഷം വഹിച്ചുകൊണ്ട് നാം ഓരോരുത്തരോടും നിൽക്കുമ്പോൾ ചിലർ സംസാരിക്കുമ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും സംസാരിക്കുന്നത്. ബട്ട് സ്റ്റിൽ കീപ് സോയിങ്. നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പം വളരെ വേഴ്സ്റ്റായിട്ടായിരിക്കും ട്വിസ്റ്റ് ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നത്. കീപ് സോയിങ്. ലെറ്റ് ദ ഗോഡ് ഡു ദ റീജനറേറ്റീവ് വർക്ക്. ദൈവത്തിൻ്റെ സ്ഥാനത്തിലേക്ക് നമ്മൾ അവരോധിക്കേണ്ട ആവശ്യമില്ല. യുവർ ഡ്യൂട്ടി ഈസ് ടു സെർവ്. Your duty is to sow the seeds, and your duty is to pray for that soul. Hallelujah. So കരുണാസമ്പന്നനായ ദൈവം തൻ്റെ riches in mercy, in his abundance of love, he resurrected us along with Christ. എത്ര ആഴമായിട്ടുള്ള ഒരു പ്രയോഗമാണല്ലേ. രക്ഷിക്കപ്പെട്ട് നമ്മൾ ഒരു വാക്കിൽ മാത്രം രക്ഷിക്കപ്പെട്ട് ഞാൻ ഇന്ന് കർത്താവിനെ സെർവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ രക്ഷിതാവ് കർത്താവിനെ അംഗീകരിക്കുന്നു എന്ന് ഒറ്റ വാക്കിലായിരിക്കും പറയുന്നത്. പക്ഷെ ആ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് എത്ര വലിയ പ്രക്രിയകളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ആൻഡ് ഗോഡ്സ് മെത്തേഡ് ബൈ ഗ്രേസ് യു ഹാവ് ബീൻ സേവ്ഡ്. ഗ്രേസ് എന്ന് പറയുമ്പം ക്യാരിസ് എന്നൊരു വാക്കാണ്
ഉപയോഗിച്ചിരിക്കുന്നത്. അൺമെറിറ്റഡ് ഫേവർ. ദൈവം ഒരിക്കലും കൃപ നൽകിയത് അവൻ്റെ സ്റ്റാൻഡേർഡ്സിനെ ലോവർ ആക്കാൻ വേണ്ടിയല്ല, ബട്ട് ടു ലിഫ്റ്റ് us into his standards. മനസ്സിലാവുന്നുണ്ടോ? അവൻ്റെ സ്റ്റാൻഡേർഡ്, ദ സ്റ്റാൻഡേർഡ് ഓഫ് ഹോളിനെസ്, he will never compromise his standards of holiness for us. പക്ഷെങ്കിൽ അവൻ നമ്മെ തൻ്റെ കയ്യാൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആക്കി വെക്കുന്നതാണ് കൃപയെന്ന് പറയുന്നത്. അല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണേ. കൃപയെ വെറുതെ ചീപ്പ് ഗ്രേസ് എന്ന് നാം ഒരിക്കലും പറയരുത്. ഹല്ലേലൂയ. പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന് 18-19 വാക്യങ്ങൾ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ എങ്ങനെയാണ് വീണ്ടെടുത്തിരിക്കുന്നത്? പൊന്ന്, വെള്ളി തുടങ്ങിയ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അടുത്ത വാക്യം എന്താണ് പറയുന്നത്? ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ഹല്ലേലൂയ. പൊന്നിനേക്കാൾ വെള്ളിയേക്കാൾ ഈ ലോകത്തിലെ ഏറ്റവും പ്രഷ്യസ് സ്റ്റോൺസിനേക്കാളും മഹത്വകരമായ വിലയുള്ള ഒന്നുകൊണ്ടാണ് അവൻ നമ്മെ തൻ്റെ രാജ്യത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. ദിസ് ഈസ് നോട്ട് ചീപ്പ്. ദിസ് ഈസ് നോട്ട് ചീപ്പ്. ദിസ് ഗ്രേസ് ഈസ് നോട്ട് ചീപ്പ്. ഇറ്റ് കോസ്റ്റഡ് ഹെവൻ എവറിത്തിങ്. സ്വർഗത്തിനെ എല്ലാം വിട്ടെറിഞ്ഞിട്ടാണ് അവൻ നമ്മെ രക്ഷിക്കുവാൻ ഇടയായത്. വി ലോസ്റ്റ് നത്തിങ് ആൻഡ് ഹി ഈസ് ആസ്കിങ് ജസ്റ്റ് us to believe in him. നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുന്നുണ്ടോ? നമുക്കൊരു നഷ്ടവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഈ ഗ്രേസിനെ പലരും ചീപ്പായിട്ട് പറയുന്നത്. ബിക്കോസ് വി ഡോണ്ട് ഹാവ് എനി ക്രെഡിറ്റ്സ്. ഇപ്പം നോർബർട്ട് ബ്രദറിന് ഒരു സർട്ടിഫിക്കേഷൻ കിട്ടി, അദ്ദേഹം പൈസ മുടക്കി അത് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹം തൻ്റെ വീടിൻ്റെ മെയിൻ മുറിയിൽ തന്നെ അദ്ദേഹം അത് ഫ്രെയിം ചെയ്ത് വെക്കാം. അതല്ല, വേറൊരു യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ കോഴ്സ് കൊടുത്തു. ഫ്രീ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ വി തിങ്ക് that's of lesser value because it was free for everyone. ഇതാണ് കൃപയെ പറ്റിയും നമ്മുടെ ഓരോരുത്തരുടെയും ധാരണയെന്ന് പറയുന്നത്. This grace is not cheap. It offends human pride. It exposes sin's ugliness and it removes our control and it gets mistaken for license. ഇതുകൊണ്ടാണ് കൃപയെ പലരും വ്യർത്ഥമായി ചിന്തിക്കുന്നത്. കൃപ പെരുകേണ്ടതിന് നാം പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാളും അല്ല. റോമാലേഖനത്തിലാണ് നാം ഇത് കാണുന്നത്. ഹല്ലേലൂയ. സോ ഗ്രേസ് ഈസ് നോട്ട് ചീപ്പ്. യു ആർ നോട്ട് പേയിങ് എനിത്തിങ് ഫോർ ദിസ്, ബട്ട് യു ഹാവ് ടു സറണ്ടർ ബിഫോർ ഹിം. ആൻഡ് ഫൈനലി 2 കാര്യങ്ങൾ. ആൻഡ് വാട്ട് ഹാപ്പൻ? ഹി എലിവേറ്റഡ് us, he raised up and seated us in heavenly പ്ലേസസ്. അതല്ലേ കാണുന്നത്? ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ഉള്ളിൽ റീജനറേഷൻ തന്നു ഉയർപ്പിച്ചിട്ട് നമ്മളെ തള്ളിക്കളയുകയായിരുന്നില്ല, ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സോ ഇറ്റ് മീൻസ് there is a place for us in the heavenly places. ഹല്ലേലൂയ. ഇന്ന് പകലിൽ കൃപയെന്ന് പറയുന്നത്, ദ സാൽവേഷൻ എന്ന് പറയുന്നത് ഒട്ടും ചീപ്പായിട്ടുള്ള കാര്യമല്ല. വി ഷുഡ് നോ അവർ ഡിഗ്നിറ്റി ആൻഡ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദി ഐഡന്റിറ്റി ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ അസ്. ഈ ഐഡന്റിറ്റി മറന്നു പോകുമ്പോഴാണ് പലപ്പോഴും ലോകത്തോട് കോംപ്രമൈസസ് ഉണ്ടാകുന്നത്. സ്വർഗത്തിലിരുത്തുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ആഗ്രഹം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാനും പാപികളുടെ വഴിയിൽ നിൽക്കാനും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാനുമാണ്. You are losing the great message of this cross. ഈ ക്രൂശിന്റെ വചനത്തിന്റെ സത്യം നാം മറന്നു പോകുന്നത് കൊണ്ടാണ് ഈ പാതയിലൂടെ പലപ്പോഴും നാം നടക്കുന്നത്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ കാണുന്നു, ക്രിസ്തുവിനോട് ഉയർപ്പിച്ച് നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, അല്ല ചിന്തിപ്പിൻ. ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ എന്തോ ആഗ്രഹിക്കുന്നത്? നമ്മളെന്തോ ആഗ്രഹിക്കുന്നത്? കർത്താവ് എങ്ങനെയെങ്കിലും ഈ വർക്ക് പെർമിറ്റ് ഒന്ന് ശരിയായിട്ട്, എങ്ങനെയെങ്കിലും PR ഒന്ന് സെറ്റായിട്ട് കർത്താവ് ഒരു കല്യാണം കഴിക്കണം കർത്താവെ. ഇതാണ് പലരുടെയും ഉള്ളിലുള്ള ആഗ്രഹം. അതാണ് പലരുടെയും ആഗ്രഹം. വി ആർ ഫോക്കസിങ്, വി ആർ ഗ്രോയിങ് റൂട്ട്സ് ഡീപ്പ് ഇൻ ടു ദിസ് വേൾഡ്. സ്വർഗത്തിൽ ഇരുത്താൻ വേണ്ടി കർത്താവിന് ആഗ്രഹമാണ്. ഹി വാണ്ട് ടു എലവേറ്റ് us, ഹി വാണ്ട് ടു എലവേറ്റ് അവർ പൊസിഷൻ. പക്ഷെ നമ്മളിപ്പോഴും we want to root deeper into this world.
This is not salvation. You are not living as a Christian if you are growing like this. If the things of this world is giving you joy, if the things of this world is giving you happiness, you are not growing as a Christian in this world. ഇന്ന് പകലും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം മാനസാന്തരം, ചർച്ചിലിരിക്കുമ്പോൾ മാനസാന്തരം ഒന്നുകൂടെ പെടേണ്ട ആവശ്യമുണ്ട്. 35 വർഷമായി കാണുമായിരിക്കും, 40 വർഷമായി കാണും, 3 വർഷമായി കാണുമായിരിക്കും. പക്ഷെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ മാനസാന്തരത്തിന് അനുഭവം, യഥാർത്ഥമായ മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് നാം മടങ്ങി വരേണ്ട ആവശ്യമാണ്. കർത്തമേശ എടുക്കുന്നുണ്ടാകുമായിരിക്കാം, അന്യഭാഷ പറയുന്നുണ്ടാകുമായിരിക്കാം. പക്ഷെങ്കിൽ യു ഹാവ് ടു prepare, you have to build your foundation really strong. Hallelujah. ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെന്നുണ്ടെങ്കിൽ ഈ വിശ്വാസ ജീവിതത്തിൽ നാം തകർന്നു പോകുവാൻ ഇടയാകും. Hallelujah. And God's purpose that he might show the exceeding riches of his grace. എന്തിനു വേണ്ടിയാണ് ചെയ്തത്? അവൻ്റെ മഹിമയ്ക്ക് വേണ്ടി, ക്രിസ്തുവിൽ നമ്മോടുള്ള വാത്സല്യത്തെ, തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് നമ്മെ എവിടെ ഇരുത്തിയേക്കുമാണ്? സ്വർഗത്തിൽ ഇരുത്തിയേക്കാണ്. അവിടെ കൊണ്ട് ഞാൻ രണ്ടാമത്തെ ആ പോയിന്റ് അവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. മൂന്നാമത്തിലേക്ക് വരും. വി ആർ ക്രിയേറ്റഡ് ഫോർ ഗുഡ് വർക്ക്സ്. നാം നല്ല പ്രവർത്തി, നന്മ പ്രവർത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്യം നാം അവിടെ കാണുന്നു. 8, 9, 10 വാക്യങ്ങളിലാണ് നാം അത് കാണുന്നത്. സോ ഇൻ വേഴ്സ് 8 പോൾ ഈസ് റിപ്പീറ്റിംഗ് ദ സെയിം തിങ് അഗെയിൻ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കുകയാണെങ്കിൽ വേഴ്സ് 5 അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കും. എന്തുകൊണ്ടാണ് പൗലോസ് 2 ഭാഗങ്ങളിൽ ഈ സെയിം വേഴ്സസ് എടുത്ത് പറയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് വേഴ്സ് 5 കാണുന്നു, the context is describing the God's act of mercy. കർത്താവിൻ്റെ ആ കരുണയിലുള്ള ആക്ടിനെ പറ്റിയാണ് വേഴ്സസ് 5 through 7 കാണുന്നത്. വേഴ്സ് 8 കാണുന്നത്, after exalting Christ, he is asking us to respond to this great call after he regenerated our hearts. ഹല്ലേലൂയ. മുമ്പത്തെ വാക്യത്തിൽ വിശ്വാസം മൂലം എന്നുള്ള വാക്യം അവിടെ ഇല്ല. കൃപയാൽ അത്ര രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇവിടെ നാം ചെയ്യേണ്ട പ്രവൃത്തിയെ പറ്റി, പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ വളരെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു വാക്യമാണ് ഇവിടെ. പ്രവൃത്തി എന്നുള്ള അതിനേക്കാൾ അപ്പുറമായിട്ട് നാം റെസ്പോണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ള വാക്യം. സോ ദിസ് മീൻസ് വി ഹാവ് ടു റിസീവ് ദി സാൽവേഷൻ ഈവൻ ആഫ്റ്റർ ഹി ഓപ്പൺസ് അവർ ഹാർട്ട്. മരിച്ചവനായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ചു. And this raising of these hands is by the grace of God. മനസ്സിലായോ? ഞാൻ കൈ ഉയർത്തി പിടിക്കുകയല്ല, ഈ കൈ ഉയർത്തുവാൻ വേണ്ടി എന്നെ പ്രോംപ്റ്റ് ചെയ്യുകയാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. എത്ര മനോഹരമായിട്ടാണ് ആ റീജനറേഷൻ പ്രോസസ്സ് കർത്താവ് നമ്മുടെ ഉള്ളിൽ ചെയ്തിരിക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു. ഒരു കുഞ്ഞിനോട് അവനെ എടുത്തിട്ട് കാല് വെച്ച് നടക്കുവാൻ പറയുന്നത് പോലെ, മോനെ ഇതാണ് സത്യം, നിനക്ക് സത്യം മുമ്പിൽ വെളിപ്പെട്ട് വന്നിരിക്കുന്നു, യു ഹാവ് ടു ടേക്ക് ഹോൾഡ് ഓഫ് ദിസ് എന്ന് പറഞ്ഞ് നമ്മുടെ കരത്തെ പിടിച്ച് അവിടുത്തെ കരവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ആരാണ്? ഇറ്റ് മീൻസ് വി ഹാവ് നത്തിങ് ടു ബോസ്റ്റ് about the salvation that we received in this world. ഹല്ലേലൂയ. പലരും അതുകൊണ്ടാണ് താഴെ കാണുന്നത്, ആരും പ്രശംസിക്കാതിരിക്കാൻ. ആ ഒരു സമൂഹത്തിൽ എഫേഷ്യൻ എന്ന് പറഞ്ഞ ആ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി അധികം പേഗൻ റൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി അധികം റിച്വൽസ് ആൻഡ് റിലീജിയസ് കോണ്ടെക്സ്റ്റുകളൊക്കെ നടക്കുന്ന ഒരു സംഭവമായിരുന്നു. ഒരു പേഗൻ ഫിലോസഫേഴ്സ് ഒക്കെ ഒത്തിരി അധികം ഉണ്ടായിരുന്നു. നോസ്റ്റിസിസം, തത്വജ്ഞാനമൊക്കെ അവിടെ വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു. അവരോട് പറയുകയാണ്, നിങ്ങളുടെ ജ്ഞാനം കൊണ്ടല്ല നിങ്ങൾ കർത്താവിനെ പിടിച്ചത്, നിങ്ങളുടെ ബുദ്ധി കൊണ്ടല്ല നിങ്ങൾ കർത്താവിനെ പിടിച്ചത്, അവൻ നിങ്ങളെ ഉയർപ്പിച്ചിട്ട് അവൻ നിങ്ങളെ പ്രോംപ്റ്റ് ചെയ്യുകയാണ് മോനെ വിശ്വസിക്കാനെന്ന്. എത്ര ഡിഫറൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്, ഐ ഡിഡ് ദിസ്, ഞാൻ യേശുവിനെ സ്വീകരിച്ചു. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ട്, പ്രജകളുണ്ട്.
ആ രാജാവ് ഒരിക്കൽ വീതിയിലൂടെ പോകുമ്പോൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. ആ ഭിക്ഷക്കാരൻ തീരെ മോശമായിട്ടുള്ള വസ്ത്രം ധരിച്ചാണ് ആയിരിക്കുന്നത്. മുറിവുകളൊക്കെ ഉണ്ട്, വ്രണങ്ങളൊക്കെ ഉണ്ട്. ആകെ നാറിയ അവസ്ഥയിലായിരിക്കുമ്പോൾ രാജാവ് ഈ വ്യക്തിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞ്, മോനെ, ഐ എം റിഡീമിങ് യു, ഞാൻ നിന്നെ രക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് അവനെ എടുത്തുകൊണ്ടുപോയി അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്തു. നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു. അവൻ്റെ മുറിവുകളൊക്കെ കെട്ടി. ആ പന്തി ഭോജനത്തിൽ ഉടനെ ഈ മാന്യദേഹം പറയുകയാണ്, ഐ വാസ് വൈസ് ഇനഫ് ടു അക്സെപ്റ്റ് ദി ഓഫർ ഓഫ് ദ കിങ്. എനിക്ക് ഒത്തിരി ബുദ്ധി ഉണ്ടായിരുന്നു. രാജാവ് ആ ഓഫർ പറഞ്ഞപ്പം റിസീവ് ചെയ്യാൻ എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. ഇതാണ് പല വിശ്വാസികളുടെയും പ്രശ്നം. കർത്താവ് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് തന്നേക്കാണ്, ഗ്രേസ് തന്നിരിക്കുകയാണ്, സാൽവേഷൻ ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്. ബട്ട് വി ആർ സേയിങ് ദാറ്റ് I did this. I was wise enough to accept the offer, accept the invitation. No. ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ നിനക്ക് ബുദ്ധി ഇല്ലായിരുന്നു. You were dead. That offer made you to regenerate your heart. ആ ഓഫർ നിങ്ങളുടെ ഹൃദയത്തെ റീജനറേറ്റ് ചെയ്യുകയാണ്. എന്താണ് റീജനറേഷൻ നടന്നത്? ആദ്യം നമ്മൾ പാപബോധമുണ്ടായി, അല്ലേ? ആദ്യം ആ വ്യക്തിക്ക് മനസ്സിലായി, ഞാൻ കിടക്കുന്ന സ്ഥലം ഒരു മനുഷ്യന് യോജിച്ചതല്ലെന്ന് അവന് മനസ്സിലായി. എന്നിട്ട് നമ്മൾ പറയുന്നത് ഐ വാസ് വൈസ് ഇനഫ്. നമുക്കറിയാം, മുടിയനായ പുത്രൻ എന്ന് നാം വിളിക്കുന്ന ആ സ്നേഹവാനായ പിതാവിൻ്റെ ആ പാസേജിനകത്ത് ആ വ്യക്തി, മകൻ പറയുന്നൊരു കാര്യമുണ്ട്. അവന് സുബോധം വന്നിട്ട് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഒത്തിരി ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ട്, and I'm just trying to steal the food of the pigs. ഈ സുബോധം വരാൻ വേണ്ടി അവൻ്റെ സ്വയമല്ല ഉണ്ടായത്, ചില സാഹചര്യങ്ങളാൽ അവൻ ആയപ്പോൾ അവൻ്റെ ബുദ്ധി തുറക്കപ്പെടുകയാണ്. മനസ്സിലായോ? We are not doing anything to get that subodham. He is doing that work for us. Hallelujah. Then he regenerated his heart. The Lord regenerated this heart and he is coming back to the house. Hallelujah. ഇതാണ് രക്ഷയിലും നടക്കുന്നത്. We can't regenerate ourselves, but this foundation of the salvation is the grace of God. ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് രക്ഷയുടെ ആധാരം, രക്ഷയുടെ ഫൗണ്ടേഷൻ. ഹല്ലേലൂയ. ഗ്രേസ് എന്ന് പറയുന്നത് നാം നമ്മുടെ പാർട്ട് ചെയ്തു, ബാക്കിയുള്ളത് കർത്താവ് ചെയ്യുകയല്ല, അല്ലേ? ഞാൻ $5 ഇടാം, കർത്താവ് $10 കൂടി ഇട്ട് $15 ഒന്നിച്ച്, അതല്ല രക്ഷയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞത്. ഐ വാസ് അൺഏബിൾ ടു പേ ദി ഡെറ്റ്. ഐ വാസ് unable to repay the things that I did. എൻ്റെ പാപത്തിൻ്റെ കടം വളരെ വലുതായിരുന്നു. എനിക്കത് എൻ്റെ കൈ കൊണ്ട് കൊടുത്തു തീർക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ കൃപയാൽ, തൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്താൽ തൻ്റെ ചുടുചോര ചീന്തി തന്നതാണ് കൃപയെന്ന് പറയുന്നത്. Grace is not cheap. Grace is not cheap. And you are not doing anything, but God is regenerating your heart. And the instrument of salvation is through faith. വിശ്വാസമാണ് അവിടെ. ഞാൻ മുമ്പേ പറഞ്ഞതായതുകൊണ്ട് ഞാൻ അവിടേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ഫിലിപ്പിയ ലേഖനം 1-ാം അത് ദൈവം തന്നെ വച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാനും മാത്രമല്ല അവനു വേണ്ടി കഷ്ടം സഹിക്കുവാനും അല്ലെ അനുഭവിക്കുവാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും, ആ ഒരു വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ആരാണ് നമ്മെ പ്രോംപ്റ്റ് ചെയ്തത്? Hallelujah. He did that part as well. You don't have anything to boast about your salvation. നമുക്ക് പറയാൻ പറ്റുമായിരിക്കും, ലെഗസീസ് പറയാൻ പറ്റുമായിരിക്കും. എൻ്റെ അപ്പൻ, എൻ്റെ വല്യപ്പൻ, എൻ്റെ വല്യപ്പൻ്റെ വല്യപ്പനൊക്കെ ക്രിസ്തു വിശ്വാസി ആയതുകൊണ്ടാണ് ഞാൻ സഭയിൽ വന്നിരിക്കുന്നത്. No, you are not regenerated. You are just following a tradition. Hallelujah. പാരമ്പര്യമൊക്കെ പറയാം, പക്ഷേ പാരമ്പര്യം കൊണ്ട് ഒരു വ്യക്തി യേശുവിലാകുന്നില്ല. പ്രോംപ്റ്റഡ് ആയിട്ട്
എനിക്ക് വേണമെങ്കിൽ യേശുവിൻ്റെ രക്ഷിതാവും കർത്താവിനെ അംഗീകരിക്കാം. പക്ഷെങ്കിൽ പാപബോധമില്ലാതെ ആ ഒരു അനുഭവത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് സേവ്ഡ് പ്രോപ്പർലി. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ ലൈഫിനെ ഒന്ന് റീഅനലൈസ് ചെയ്യുകയാണ്. വാട്ട് ആം ഐ ഡൂയിങ് വിത്ത് മൈ ലൈഫ്? ഹല്ലേലൂയ. എത്ര കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, നന്മ പ്രവർത്തികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഉത്സാഹമാണ്. Because we heard that we should do these things, but our foundation is not strong enough to hold these good works. നമ്മുടെ നന്മ പ്രവർത്തികൾ കറപുരണ്ട തുണി പോലെയാണെന്നാണ് പറഞ്ഞത്. ബിക്കോസ് വി കാൺ സേവ് അവർ സെൽഫ് വിത്ത് ദി ഗുഡ് വർക്ക്സ്. ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. സോ ഫെയ്ത്ത് ഈസ് ഗോഡ് ഓപ്പണിംഗ് യുവർ ബ്ലൈൻഡ് ഐസ് ആൻഡ് enabling you to see his glory in Christ. റീജനറേഷൻ നടക്കുന്നുണ്ട്. നാം ആദ്യം കാണുന്നത് നമ്മൾ ലോകത്തെ അല്ല കാണുന്നത്. വി ആർ സീയിങ് ഹിസ് ഗ്ലോറി സോ ദാറ്റ് വി ക്യാൻ കമ്പയർ ഇറ്റ് വിത്ത് അവർ ഡിപ്രാവിറ്റി. നമ്മുടെ താഴ്ചയെ പറ്റി ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡുമായിട്ട് നാം തട്ടിച്ച് നോക്കുമ്പോഴാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് എനിക്ക് പറയാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. ദേ ആർ നോട്ട് ടു സ്മോൾ. കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഹൃദയത്തിനകത്ത് നാം പറഞ്ഞു കൊടുക്കണം, കുഞ്ഞുങ്ങളെ we have to sow the seeds. യേശു എന്തിനാണ് വന്നത്? അവനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കേണ്ട ആവശ്യകതയെ പറ്റി നാം പറഞ്ഞു കൊടുക്കണം. അല്ല എങ്കിൽ ഈ ലോകം will sow their seeds into their hearts. ഹല്ലേലൂയ. ബൈബിൾ വായിക്കാം, അവരെ പ്രേരിപ്പിക്കണം. we should spend time with them. നമ്മൾ അവരോട് കൂടി ഇരുന്ന് ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കുന്നത് നമ്മൾ മോനെ രാവിലെ വാക്യം പഠിച്ചോണേ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മൾ അവരോട് കൂടെ ഇരുന്ന് ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും നാം സമയം സ്പെൻഡ് ചെയ്യണം. നമ്മൾ ചെയ്യാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെയ്യിപ്പിക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങളൊക്കെ നാളെ കുടുംബജീവിതത്തിലൊക്കെ പ്രവേശിക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. യു മസ്റ്റ് ബി എ റോൾ മോഡൽ ബിഫോർ യുവർ കിഡ്സ്. ഹല്ലേലൂയ. മോനെ എഡ്വിനെ, ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാനൊക്കത്തില്ല. എനിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യയെ കിട്ടാൻ വേണ്ടിയായിട്ട്. മനസ്സിലായോ? സോ ഐ ഷുഡ് ഹാവ് എ പേഴ്സണൽ പ്രെയർ ലൈഫ് ബിഫോർ ഐ പ്രേ ഫോർ എ പ്രേയിങ് പാർട്ട്ണർ. ഞാൻ ദേഷ്യമുള്ള ഒരാളായിരിക്കും, എനിക്ക് വേണേൽ പ്രാർത്ഥിക്കാം, കർത്താവ് എനിക്ക് ദേഷ്യമില്ലാത്തൊരു ഭാര്യയെ കിട്ടണമെന്ന് എനിക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ആദ്യം ഞാൻ മാനസാന്തരപ്പെടണം. ആദ്യം ഞാൻ എൻ്റെ ദേഷ്യം എടുത്ത് മാറ്റിയിട്ട് എനിക്ക് അത് പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. മനസ്സിലായോ? സോ വി ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ അവർ സെൽഫ് ഫസ്റ്റ്. നാം നമ്മെ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണം നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പറയും അപ്പൻ അത് ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ ചെയ്യുന്നേ. ഒരിക്കൽ ഒരു കുഞ്ഞിനോട് പറഞ്ഞു, മോനെ ഫോൺ ഉപയോഗിക്കുന്നത് ഒത്തിരി കൂടുതലാണ്, ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അവനെ അടിക്കാൻ പിടിച്ചപ്പം മോൻ അപ്പൻ്റെ മുഖത്ത് നോക്കി പറയാണ്, അപ്പൻ ആദ്യം ഫോൺ മാറ്റി വെച്ചിട്ട് എന്നോട് പറ ഫോൺ ഉപയോഗിക്കരുതെന്ന്. ഈ പിള്ളേർ ഇത് നമ്മളോട് പറയും. വളരെ സൂക്ഷിച്ച് വേണം നിൽക്കാൻ. ആദ്യം നമ്മൾ മാതൃകയോടെ ജീവിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് കൂടി ഇരുന്ന് ബൈബിൾ വായിക്കണം, അവരോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ശരിക്കും അവരുടെ ഹൃദയത്തിനകത്ത് വി ആർ സോയിങ് ദ സീഡ്സ്. നമ്മൾ അവരുടെ തടയെ കൈവച്ച് പ്രാർത്ഥിക്കും, കർത്താവേ ഇവൻ്റെ ഹൃദയത്തോട്, മകൾ ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തോട് അങ്ങ് ഇടപെടണം കർത്താവേ എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ഇൻ ദെയർ ലൈഫ്. നമ്മൾ പണമൊക്കെ ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രയോജനമുള്ളത്? ഹല്ലേലൂയ. ഇന്ന് പകൽ നാം നമ്മെ തന്നെ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഞാൻ അറിഞ്ഞ വിശ്വാസത്തിൻ്റെ സത്യം, അതേ വിശ്വാസം കുഞ്ഞുങ്ങളുടെ കണ്ണുകളും തുറക്കുവാൻ അങ്ങ് ഇടപെടണം കർത്താവേ. അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയാൻ അങ്ങ് കൃപ നൽകണമെന്നുള്ള പ്രാർത്ഥനയായിരിക്കണം മാതാപിതാക്കൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് യഹോവയായ ദൈവം പറഞ്ഞതുപോലെ അവൻ നമ്മുടെ ഹൃദയത്തോടും പറയുകയാണ്, ലെറ്റ് ദെയർ ബി എ റീജനറേഷൻ. ഹല്ലേലൂയ. ഒരു പുനഃസൃഷ്ടിപ്പാണ് നമ്മുടെ ഉള്ളിൽ. കൊരിന്ത്യലേഖനത്തിൽ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, യഥാ പുതിയതായി തീർന്നിരിക്കുന്നു. ഒരു പാച്ച് വർക്കല്ല നടക്കുന്നത്. നമ്മുടെ ഇടിച്ച വണ്ടിയെ പുട്ടിയിട്ടിട്ട് പെയിന്റ് അടിപ്പിക്കുന്ന പരിപാടിയല്ല ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് യു ആർ ഡൈയിങ് ടു ദി ഓൾഡ് സെൽഫ്. പഴയ മനുഷ്യനെ
ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് പുതു മനുഷ്യനെ ധരിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് രക്ഷയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആൻഡ് അടുത്ത വേഴ്സിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്. ദ എക്സ്ക്ലൂഷൻ ഓഫ് ഹ്യൂമൻ പ്രൈഡ്, നോട്ട് ഓഫ് യുവർ സെൽഫ്, നോട്ട് ഓഫ് വർക്ക്സ്. നാം അതിന് കാരണമല്ല, നമ്മുടെ പ്രവർത്തികളും കാരണമല്ല. രണ്ട് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പൗലോസ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ കാരണമല്ല, പ്രവൃത്തികളും കാരണമല്ല. സോ ആബ്സല്യൂട്ട്ലി നോ, അല്ലെ ആബ്സല്യൂട്ട്ലി നത്തിങ് യു ക്യാൻ ഡു ടു റിഡീം യുവർ സെൽഫ്. പ്രവൃത്തികൾ കൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്നേ രക്ഷപ്പെട്ടേനെ. പണ്ട് റോമൻ കത്തോളിസിസത്തിനകത്ത് ഒരു ചീട്ടുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പാപപരിഹാര ചീട്ടല്ലേ, പാപമോചന ചീട്ടുണ്ടായിരുന്നു. പാപമോചന ചീട്ടിനകത്ത് എന്താണ് ചെയ്യുന്നത്? ഒരുത്തന് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിലോട്ട് ആക്സസ് കിട്ടും, ഈസി ആക്സസ് കിട്ടും. കാശ് പോയത് മിച്ചം. പള്ളികളൊക്കെ വലുതായി, അച്ഛന്മാരൊക്കെ തടി വച്ചു, അത് മാത്രമേ നടന്നുള്ളൂ. പാപമോചന ചീട്ടിട്ട് ഒരു വ്യക്തിയെ റിഡീം ചെയ്യാൻ പറ്റുകയില്ലെന്ന് ദൈവവചനം മാർട്ടിൻ ലൂതറിനെ പോലെയുള്ള നവീകരണ നായകന്മാർ വായിച്ചപ്പോഴാണ് അവർക്കത് മനസ്സിലായത്. ഈ വചനം നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി ഒത്തിരി പ്രവർത്തികൾ ഇതിൻ്റെ പിന്നിലുണ്ട്, ഒത്തിരി വില കൊടുത്തതാണ്. നമ്മുടെ കയ്യിൽ 3-4 ബൈബിളൊക്കെ കാണുമായിരിക്കും, പക്ഷെ ആർ യു റീഡിങ് ദാറ്റ്? ഈ വചനം വായിക്കണം. ഈ വചനം വായിച്ചിട്ട് വേണം ഞാൻ പ്രശംസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യാൻ. മുമ്പേ പറഞ്ഞതുപോലെ ഐ വാസ് വൈസ് ഇനഫ് ടു ആക്സെപ്റ്റ് ദി ഇൻവിറ്റേഷൻ. ഇതാണ് നമ്മുടെ പലരുടെയും പ്രകൃതി. ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ദൈവവചനത്തിന് മുമ്പാകെ നാം വരണം. ഹല്ലേലൂയ. ഗോഡ് വിൽ നോട്ട് ഷെയർ ഹിസ് ഗ്ലോറി വിത്ത് അനദർ. റിഡംഷനകത്ത് നമ്മുടെ പ്രവർത്തികളൊന്നുമില്ല. വി ആർ ഡൂയിങ് വൺ തിങ്, വി ആർ ബിലീവിങ് ഇൻ ദി സൺ ഓഫ് ഗോഡ്. യേശുവിനെ വിശ്വസിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നാം ചെയ്യുന്നത്. അതിനും അവൻ കാരണമായി തീരുകയാണ്. ഹല്ലേലൂയ. ആൻഡ് ദ നേച്ചർ ഓഫ് ദിസ് ഗിഫ്റ്റ്, ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഞാൻ വളരെ വേഗത്തിൽ പോവുകയാണ്. Paul says that everything, the grace, faith and salvation, it's a gift of God. തിരിച്ച് പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ്. നമുക്ക് എന്ത് റീപേ ചെയ്യാൻ പറ്റും ഈ ഗിഫ്റ്റിന് വേണ്ടി? സാൽവേഷന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഹൃദയം പൂർണ്ണമായി നൽകാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആൻഡ് ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് ആ ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. ഗ്രേസ് ക്രഷസ് പ്രൈഡ്. മനുഷ്യൻ്റെ നിഗളത്തെ ക്രഷ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഗ്രേസ് മാത്രമേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ ഒത്തിരി ബോസ് ചെയ്ത് അങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് ഗ്രേസ് പറയാണ്, മോനെ അത്രയും പഫപ്പ് ഒന്നും ചെയ്യേണ്ട, നീ അങ്ങനെ നിൽക്കുന്നത് തന്നെ ഗ്രേസാണ്. മനസ്സിലായോ? ഞാൻ ഇന്നലെ ഇട്ടൊരു സ്റ്റേറ്റസ് നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വെൻ യു ട്രൂലി അണ്ടർസ്റ്റാൻഡ് ദ സാൽവേഷൻ ബൈ ഗ്രേസ്, boasting becomes blasphemy. മനസ്സിലായോ? സാൽവേഷനെ പറ്റി യഥാർത്ഥമായി നാം തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ബോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ദൈവദൂഷണമായി മാറുകയാണ്. ഹല്ലേലൂയ. You are not regenerating a person. You are just sowing the seeds, and you are not boasting in yourself because he did the part. Hallelujah. Do not boast in the salvation that he gave us a free gift. കർത്താവ് നൽകിയ ആ സാൽവേഷൻ, ആ ഗിഫ്റ്റിനെ വെറുതെ കളയരുത്. ബിബ്ലിക്കൽ എക്സാമ്പിൾസ് ഉണ്ടോ? പ്രശംസിച്ച ആളുകളെ പറ്റി ബിബ്ലിക്കൽ എക്സാമ്പിൾസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. 2 പേരെ പറ്റി മാത്രം പറയാൻ. ഒന്ന്, ദ കൊരിന്ത്യൻസ്, ചർച്ച് ഇൻ കോരിന്ത്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഉണ്ട്, എലക്വൻസ് ഉണ്ട്, ജ്ഞാനമുണ്ട്. പൗലോസ് പറയാണ്, നിങ്ങൾ ജഡികന്മാർ. ഒരു ദൈവദാസനൊക്കെ വന്നിട്ട് അത്രയ്ക്ക് ശക്തമായിട്ട് പറയുമ്പോൾ എല്ലാം കൊണ്ട് അവർക്ക് കൊരിന്ത്യൻ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് എവരിത്തിങ്. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയാ. പക്ഷെ പൗലോസ് അവിടെ ചെന്നിട്ട് പറയാണ്, മോനെ ഇനിയൊക്കെ ജഡികന്മാരാ. ഹല്ലേലൂയ. പ്രശംസിച്ച വ്യക്തികളാണ്. അതിന് ശേഷം താഴോട്ട് വരുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ. അതിനുശേഷം പൗലോസ് ചോദിക്കുന്ന ഒറ്റ ചോദ്യമുണ്ട്, ഇവരൊക്കെയാണോ നിനക്ക് വേണ്ടി മരിച്ചത്?
ബോസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ മറ്റുള്ളവരുടെ പേരിലാണ്. എൻ്റെ സ്പിരിച്വൽ ഫാദർ ഇങ്ങനെ കൈവച്ചപ്പം ബോസ്റ്റ് ചെയ്യരുത്. കർത്താവ് അവരെ ഉപയോഗിച്ചു. യെസ്, വി നീഡ് മെന്റേഴ്സ് ആൻഡ് സ്പിരിച്വൽ ഫാദേഴ്സ്, ബട്ട് ദേ ആർ നോട്ട് ദി സോഴ്സ് ഓഫ് യുവർ സാൽവേഷൻ. നമ്മുടെ സാൽവേഷൻ്റെ സോഴ്സ് ആര് മാത്രമാണ്? കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. Their boasting exposed that their focus had shifted from Christ to human personalities. ഇന്ന് സെലിബ്രിറ്റി പാസ്റ്റേഴ്സ് ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. യെസ്, ദേ ആർ ബോസ്റ്റിംഗ് ഇൻ ദോസ് പേഴ്സണാലിറ്റീസ്. നിങ്ങൾക്ക് അറിയത്തില്ലേ, ഇന്ന പാസ്റ്ററാണ് ഞങ്ങളുടെ കല്യാണം നടത്തിയത്, ഇന്ന പാസ്റ്ററാണ് ഞങ്ങളെ അനുഗ്രഹിച്ചത്, അനുഗ്രഹിച്ച സമയത്ത് സംതിങ് മിറക്കിൾ ഹാപ്പൻഡ്. ഇറ്റ്സ് ഗുഡ് ഫോർ യു. പക്ഷെ അവരല്ല നിങ്ങളെ രക്ഷിച്ചത്, രക്ഷയിലേക്ക് നടത്തുന്നത് കർത്താവാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. രണ്ടാമതായത് ലവോദിക്കയിലെ സഭ. റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 3:14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കാണുന്നു. അവിടെ പറയാണ്, ഞങ്ങൾ ധനവാനാണ്, സമ്പന്നനാണ്, നമുക്ക് ഒന്നിനും കുറവില്ല. പക്ഷെ യോഹന്നാൻ പറയുന്നത് എന്താണ്? യു ആർ wretched, യു ആർ miserable, യു ആർ poor, യു ആർ blind and naked. ബോസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു ബോധ്യമാണിത്. ഹല്ലേലൂയ. When you boast in yourself, you are exposing yourself to this world because you are not having a strong relationship with God. രക്ഷ നമ്മൾക്കൊരിക്കലും നമ്മെ നിഗളത്തിനോ പ്രശംസയ്ക്കോ കാരണമാകരുത്. മോഡേൺ വേൾഡിൽ ഇതൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും മോഡേണിലുമായിട്ടുണ്ട്. മോഡേൺ വേൾഡിലും ഈ ഒരു പ്രശംസ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, ബോസ്റ്റിംഗ് ഇൻ ഡിസിഷനിസം. മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഐ മെയ്ഡ് ദാറ്റ് ചോയ്സ്. ആരെങ്കിലും രക്ഷിക്കപ്പെടുവാനുണ്ടോ എന്ന് ചോദിച്ചപ്പം ഐ ഡിഡ് ദാറ്റ്. നോ, ഗോഡ് ഇനേബിൾഡ് യു ടു ഡു ദാറ്റ്. രണ്ടാമതായിട്ട് ബോസ്റ്റിംഗ് ഇൻ മൊറാലിറ്റി. ചില ആൾക്കാർ പറയും, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല, ഞാൻ വെള്ളം അടിക്കുന്നില്ല, ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല, ഞാൻ അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ പോകുന്നില്ല, എൻ്റെ കൂട്ടുകാരുടെ കൂടെ വെള്ളം അടിച്ചുകൊണ്ടിരുന്നാലും ഞാൻ വെള്ളം അടിക്കത്തില്ല, ഞാൻ ടച്ചിങ്സ് മാത്രമേ എടുത്ത് കഴിക്കത്തുള്ളൂ എന്ന് പറയുന്ന വിശുദ്ധന്മാർ. ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ യു ആർ ബോസ്റ്റിംഗ് ഇൻ യുവർ സെൽഫ്. പാസ്റ്റർമാർക്കുണ്ടാകുന്നതല്ലേ ബോസ്റ്റിംഗ് ഇൻ മിനിസ്ട്രി. ചില പാസ്റ്റർമാർക്കുണ്ട്. നീ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളാണ്. ഞങ്ങളുടെ പാർക്കിംഗ് ലോട്ടിൽ കിടക്കുന്ന വണ്ടിയുടെ എണ്ണം കണ്ടില്ലേ, അല്ലെങ്കിൽ നീണ്ട നിര BMW മറ്റ് വണ്ടികൾ കിടക്കുന്നത് കണ്ടില്ലേ? യു ആർ ബോസ്റ്റിംഗ് ഇൻ യുവർ സെൽഫ് ആൻഡ് ബോസ്റ്റിംഗ് ഇൻ ക്രൈസ്റ്റ്. എനിക്ക് പ്രശംസിക്കാൻ കർത്താവിനെ ക്രൂശ് അല്ലാതെ വേറൊന്നും ഇരുന്ന് പറഞ്ഞ് കേൾക്കുന്ന ആളുകളാണ് ഇതിലൊക്കെ പ്രശംസിക്കുന്നത്. 4, ബോസ്റ്റിംഗ് ഇൻ സഫറിങ് ഓർ നോളജ്. ചില ആൾക്കാർക്ക് കൃമിയാണ്, പൊടിയാണ്, പക്ഷേ ഇന്റേണലി ദേ ആർ ബോസ്റ്റിംഗ്. പുറമേ നോക്കുന്നുടനെ ഇവരെ പോലെ ഇത്ര പയസ്സായിട്ടുള്ള ആളുകൾ വേറെ ആരുമില്ല. പക്ഷെങ്കിൽ കാര്യത്തോട് അടുക്കുമ്പോൾ അറിയാം ഇവർ കൃമിയാണോ കീടമാണോ ആറ്റം ബോംബാണോ എന്നുള്ളത്. ഹല്ലേലൂയ. യു ആർ ബോസ്റ്റിംഗ് ഇൻ യുവർ സെൽഫ്. ഹ്യൂമിലിറ്റി, ഫേക്ക് ഹ്യൂമിലിറ്റി. യു ആർ ബോസ്റ്റിംഗ് ഇൻ ഫേക്ക് ഹ്യൂമിലിറ്റി. ദാറ്റ്സ് ഓൾസോ എ സിൻ. ആൻഡ് എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മെ രക്ഷിച്ചത്? ദ പർപ്പസ് ഓഫ് സാൽവേഷൻ. അവിടേക്ക് ഞാൻ വരികയാണ്. വർക്ക്സിനെ പറ്റിയാണ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. വി ആർ ക്രിയേറ്റഡ് ഫോർ ഗുഡ് വർക്ക്സ്. 10-ാം വാക്യം, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായി ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ, ദ ഡിവൈൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്. കൈപ്പണിയായി അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. വി ആർ മാസ്റ്റർ പീസസ്. നമ്മൾ ചിലർ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഐഡൻറ്റിറ്റി ഒന്നും നമ്മൾ പറയത്തില്ല. നമ്മൾ പിന്നെയും പറയുന്നത് നമ്മൾ വി ഡോണ്ട് ഹാവ് എനി, നമ്മൾ മുമ്പ് പറഞ്ഞ ഇല്ലക്കം പറയുന്ന സ്വഭാവത്തിലാണ്. ബട്ട് യു ഹാവ് എ ഡിഗ്നിറ്റി. യു ഹാവ് എ ഡിഗ്നിറ്റി. യു ആർ നോട്ട് യുവർ ഓൺ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, നോട്ട് ദ പ്രൊഡക്റ്റ് ഓഫ് യുവർ ഓൺ ഡിസിപ്ലിൻ ഓർ യുവർ ഡിവോഷൻ, ബട്ട് ഇറ്റ് ഈസ് ഹിസ് വർക്ക് ഓൺ യു. ദൈവം ചെയ്ത പ്രവൃത്തിയെ നാം തുച്ഛീകരിക്കരുത്. സാൽവേഷൻ്റെ പ്രവൃത്തിയാൽ നാം പുതു മനുഷ്യരായി മാറിയതിനെ നാം തുച്ഛീകരിക്കരുത്.
ചില ആൾക്കാർ വിശ്വസിക്കുന്നത് യേശുവിനെ രക്ഷിതാവും കർത്താവെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ സമൂഹത്തിൻ്റെ പുറത്തുള്ള ഒരാളായിട്ടാണ് പലരും പറയുന്നത്. അല്ല, യു ആർ ക്രിയേറ്റഡ് ആസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഹലോ, യു ഹാവ് എൻ ഐഡൻറ്റിറ്റി, യു ഹാവ് എ ക്യാരക്ടർ ആൻഡ് യു ഹാവ് എ ഡിഗ്നിറ്റി. ഇത് നാം മറന്നു പോകും. മുമ്പേ പറഞ്ഞ വാക്യം 2 Corinthians chapter 5 verse 17 കാണുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. Salvation is in patching up your old self. It's God making you a new person. അവൻ നിങ്ങളെ പുതിയ മനുഷ്യരായിട്ട് മാറ്റുന്നതാണ്. ഹല്ലേലൂയ. സൃഷ്ടിക്കുന്നതാണ് രക്ഷയിൽ നടക്കുന്നത്. എസെക്കിയേൽ പ്രവചനത്തിൽ നാം ഒരു വാക്യം വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് പുതുഹൃദയം തരും. പുതുഹൃദയം പ്രാപിച്ചവരാണ് നമ്മളെല്ലാവരും. ജസ്റ്റ് അനലൈസ് യുവർ ലൈഫ് ഫോർ ദ ലാസ്റ്റ് 1 week. പുതു മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ ആണോ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്, അതോ പഴയ മനുഷ്യനെ ധരിക്കുന്ന സ്വഭാവമാണ് ഉണ്ടായത്? യെസ്, യു ഹാവ് ടെംപ്റ്റേഷൻസ് ആൻഡ് ട്രയൽസ്, ബട്ട് ഗോഡ് വിൽ ഹെൽപ്പ് യു ടു ഓവർകം ദീസ് ടെംപ്റ്റേഷൻസ്. ആൻഡ് ദ സ്പിയർ ഓഫ് ദ ന്യൂ ക്രിയേഷൻ ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ആൻഡ് ദ പർപ്പസ് ഓഫ് ദ ന്യൂ ബർത്ത് ഫോർ ഗുഡ് വർക്ക്സ്. ഈ ഗുഡ് വർക്ക്സ് എന്നുള്ള കാര്യം പറയുമ്പോൾ പലരുടെ ഉള്ളിലും തെറ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകാം. ഒന്ന്, ഞാനിട്ട ക്വസ്റ്റ്യനകത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തിനാണ് നാം ഗുഡ് വർക്ക്സ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ചോദിച്ചു. അതിലൊരു ആൻസർ ഇങ്ങനെയായിരുന്നു, സാൽവേഷൻ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ആൻസർ ഉണ്ടായിരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ആൻസർ ആയിരുന്നു, ഈ സാൽവേഷൻ്റെ പ്രവൃത്തിയായിട്ട് അതിൻ്റെ ഒരു ഗുണമായിട്ട്, അതിൻ്റെ ഒരു ഫലമായിട്ട് പ്രവൃത്തി ഉണ്ടാകുന്നുണ്ട്. അതിന് ഒരു ആൻസർ ഇങ്ങനെയായിരുന്നു, സാൽവേഷൻ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്നുണ്ടായിരുന്നു. ചില ആളുകൾ അത് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും സാൽവേഷൻ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയായിട്ട് നാം വർക്ക് ചെയ്യേണ്ട ആവശ്യകത ഇല്ല. പിന്നെ എന്തിനാണ് ഇവിടെ വർക്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്യമുണ്ട്, ഓരോരുത്തർക്ക് അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ച് അവിടെ പ്രവൃത്തിയല്ലേ വരുന്നത്. മൂന്നാമത് യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമായി. എന്താണ് ശരിക്കും ഈ മൂന്നിടത്തും പറയുന്ന പ്രവൃത്തിയുടെ വാക്ക് സെയിം വാക്കാണ്. പ്രവൃത്തി അപ്പം നമുക്ക് ആവശ്യമാണോ? രക്ഷ റീറ്റെയിൻ ചെയ്യാൻ ആവശ്യമാണോ? ഒരിക്കലുമല്ല. കാരണം ഈ 3 കോണ്ടെക്സ്റ്റും ഡിഫറൻ്റ് ആണ്. ഇവിടെ നാം കാണുന്നു, അവൻ നമ്മെ രക്ഷിച്ചു, അതിൻ്റെ ഫലമാണ്, അതിൻ്റെ പ്രവൃത്തിയാണ്, അതിൻ്റെ ഔട്ട്കമാണ് നന്മ പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളത്. മനസ്സിലായോ? അതൊരിക്കലും സാൽവേഷൻ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണെന്ന് ഈ വാക്യങ്ങളിൽ നാം കാണുന്നില്ല. സാൽവേഷൻ റീറ്റെയിൻ ചെയ്യാൻ പ്രവർത്തികൾ ചെയ്യണമെന്നാണ് ഉണ്ടായിരുന്നെങ്കിൽ ഗലാത്യ ലേഖനം 1, 2, 3 അധ്യായങ്ങൾ ആവശ്യമില്ലാതെയായി പോയേനെ. ഹല്ലേലൂയ. കാരണം ഗലാത്യ സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ യഹൂദ മതാനുസാരികൾ ജൂഡൈസേഴ്സ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഗുഡ് ജോബ്, ബട്ട് യു ഹാവ് ടു സർക്കംസൈസ് യുവർ സെൽഫ്. പരിച്ഛേദന കഴിച്ചാൽ മാത്രമേ നിങ്ങളുടെ വിശ്വാസം റീറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഈ സഭയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു. ഇപ്പം പൗലോസ് പറഞ്ഞ കാര്യമുണ്ട്, മറ്റൊരു സുവിശേഷം പറയുക, അത് കേൾക്കുന്നത് അല്ല പറയുന്നത് ആര് തന്നെയാണെങ്കിലും അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് പറയുന്നത്. പ്രവൃത്തികൾ എന്തോ ചെയ്യുന്നത്? നന്മ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നാം ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത്, അത് മാത്രമല്ല അവിടുത്തെ നന്മ പ്രവൃത്തി എന്ന് പറഞ്ഞത്. ദീസ് ആർ നോട്ട് ടു റീറ്റെയിൻ യുവർ സാൽവേഷൻ, ബട്ട് ദീസ് ആർ ഫ്രൂട്ട് ഓഫ് യുവർ സാൽവേഷൻ. ഇറ്റ് മീൻസ് യു ഹാവ് എ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആസ് യു ആർ റീജനറേറ്റഡ് ബൈ ക്രൈസ്റ്റ്. കൂടെ ഉണ്ടാകണേ. ചില ആളുകൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പം ഐസൊലേറ്റഡ് ആയി പോകുന്ന ആളുകളുണ്ട്. ഈ സോഷ്യൽ ഐസൊലേഷൻ്റെ ബ്രാക്കറ്റിനകത്തല്ല നാം നിൽക്കേണ്ടത്. പകരം നാം സൊസൈറ്റിയുമായിട്ടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അങ്കികൾ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേണം ഈ കമ്മ്യൂണിറ്റിയുമായിട്ട് സംസർഗത്തിലാകുവാൻ. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? പ്രവൃത്തിയുണ്ട്, ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു, ഞാൻ നോർബർട്ട് ബ്രദറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു, ഒരു റൈഡ് കൊടുക്കുന്നു, നന്മ പ്രവൃത്തിയാണ് തീർച്ചയായിട്ടും. അത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ എക്സ്ട്രാ പോയിന്റ് കിട്ടത്തില്ല. ഞാൻ ചർച്ചിലൊരു ഡൊണേഷൻ കൊടുക്കുന്നു, അതുകൊണ്ട് എൻ്റെ സാൽവേഷനകത്ത് ഒരു കിരീടം കൂടെ ഉണ്ടാകുന്നില്ല. ഞാനത് ചെയ്തില്ലെങ്കിലും എൻ്റെ സാൽവേഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ സാൽവേഷൻ്റെ പ്രവൃത്തി
ഞാൻ ചെയ്യേണ്ട വർക്ക് അവിടെ നടക്കുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രവൃത്തികൾ ചെയ്യുന്നത് സാൽവേഷൻ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ല. നമുക്കപ്പോൾ ഒരു കാര്യമുണ്ടാകും, ബൈബിള് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സിൽ നമുക്ക് വായിക്കാൻ പറ്റുമല്ലോ എന്നൊരു ചോദ്യം ഉണ്ടാകാം. ഈ ഒരു പാസേജിൽ 3 പാസേജുകൾ ഞാൻ പറഞ്ഞു. 1 എഫേസ് ലേഖനം, 2 റോമാലേഖനം, 3 യാക്കോബിന്റെ ലേഖനം. ഈ 3 പാസേജുകളിനകത്തും എഫേസ് ലേഖനത്തിനകത്ത് എങ്ങനെ നാം രക്ഷിക്കപ്പെട്ടു, രക്ഷയുടെ പ്രവൃത്തിയെ പറ്റി നാം കാണുന്നു. 2 റോമാലേഖനത്തിൽ നാം കാണുന്നു വിശ്വാസത്താലുള്ള നീതീകരണത്തെ പറ്റി നാം കാണുന്നു. 3 പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിനെ പറ്റിയാണ് യാക്കോബിന്റെ ലേഖനത്തിൽ കാണുന്നത്. 3 ലേഖനങ്ങളിലും കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് യു ഹാവ് എ കമ്മിറ്റ്മെന്റ് ടു ദ വേൾഡ് എന്നാണ് കാണിക്കുന്നത്. മനസ്സിലായോ? യു ആർ നോട്ട് ഡൂയിങ് വർക്ക്സ് ടു കീപ് യുവർ സാൽവേഷൻ, ബട്ട് യു ആർ ബ്രിങ്ങിങ് ഗ്ലോറി ടു ഹിസ് കിങ്ഡം. അതുകൊണ്ടല്ലേ മത്തായി സുവിശേഷത്തിൽ കാണുന്നത്, നിങ്ങൾ നന്മ പ്രവൃത്തികൾ കണ്ടിട്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നുള്ള കാര്യം കാണുന്നത് അല്ലേ? അങ്ങനെ വാക്യമില്ല, തീർച്ചയായിട്ടും 5 എൻ്റെ ഓർമ്മ. സോ നമ്മുടെ സാൽവേഷന് വേണ്ടിയല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് ഫോർ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. നന്മ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ ജഡ്ജ്മെന്റ് കിട്ടും, നമ്മളെ ചവിട്ടി പുറത്താക്കുമെന്നുള്ള പേടിയിലല്ല നമ്മൾ നന്മ പ്രവൃത്തികൾ ചെയ്യേണ്ടത്. പകരം അതെൻ്റെ കടമയാണെന്ന് അറിഞ്ഞാണ് ഞാൻ ചെയ്യേണ്ടത്. കനേഡിയൻ സിറ്റിസൺഷിപ്പിലേക്ക് വരുമ്പോൾ ഒത്തിരി അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് വോട്ടിടാൻ പറ്റുന്ന ഒരു റൈറ്റ് ഉണ്ട്. വോട്ടില്ലെങ്കിൽ എൻ്റെ സിറ്റിസൺഷിപ്പ് പോകുമോ? വോട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ സിറ്റിസൺഷിപ്പ് പോകുമോ? അനശ്വരതരെ പോകത്തില്ല. പക്ഷെ അതെൻ്റെ ഒരു റൈറ്റാണ്, എൻ്റെ കടമയാണ്. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് പ്രവൃത്തിയും. ഇത് ചെയ്യാത്തത് കൊണ്ട്, പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പിന്നെ വരാം, എന്തൊക്കെ പ്രവൃത്തികളാണെന്നുള്ള കാര്യത്തിലേക്ക് വരാം. പ്രവൃത്തി ചെയ്യാത്തത് കൊണ്ട് എൻ്റെ സാൽവേഷൻ പോകുന്നില്ല. പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ സഭയായി ആ അനുഭവത്തിൽ നിൽക്കുന്നതിന് യാതൊരു വിധമായ അർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ് വോട്ടിടുക എന്ന് പറയുന്നത് അല്ലേ? കനേഡിയൻ സിറ്റിസൺഷിപ്പിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അടുത്തത് ആര് ഭരിക്കണം എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, എൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് എൻ്റെ സഹോദരനെ സഹായിക്കാനുള്ളത്. അത് ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് വേറെ വഴികളുണ്ട് അവനെ സഹായിക്കുവാൻ. പക്ഷെ അത് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഷോണൊക്കെ എൻ്റെ ഇവിടെ മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രവൃത്തികൾ ഒരിക്കലും രക്ഷിക്കുകയില്ല. ബിക്കോസ് ഇവിടെ പറയുന്നു, പ്രവർത്തിക്കുവാനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പ്രശംസിക്കാൻ എനിക്ക് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 ഡബിൾ നെഗറ്റീവ് പറയുകയാണ്. നിങ്ങൾ കാരണമല്ല, നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല. തീത്തോസിന്റെ ലേഖനം 2:14 വാക്യത്തിൽ കാണുന്നു, സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന്. എന്തിനു വേണ്ടിയാണ്? സൽപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി കൂടെയാണ് നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുന്നത്. And verse 8 and verse 10, there's a balance between those 2 verses. Verse 8 says salvation is not of works, and verse 10 says salvation results in works. മനസ്സിലായോ? പ്രവൃത്തി കൊണ്ടല്ല ഞാൻ രക്ഷിക്കപ്പെടുന്നത്, പക്ഷേ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് എനിക്ക് കടമകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണം. സംശയം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചോദിക്കണം, കൈ ഉയർത്തിയാൽ മതി. നിങ്ങളുടെ സംശയം തീർത്തിട്ട് വേണം പോകാൻ. രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ പ്രവൃത്തി അവനെ രക്ഷയിലേക്ക് വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നതല്ല. അല്ലെങ്കിൽ ഞാൻ പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ടല്ല എൻ്റെ റീജനറേഷൻ നിലനിന്ന് പോകുന്നത്. ഈ വാക്യത്തിൽ കാണുന്ന വർക്ക്സ് എന്തൊക്കെയാണ്? ഞാൻ 5 തരത്തിലുള്ള വർക്ക്സിനെ പറ്റി വേഗത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കണം. 1, ദി വർക്ക്സ് ഓഫ് ഒബീഡിയൻസ്. അനുസരണത്തിൻ്റെ പ്രവർത്തികൾ നാം ചെയ്യണം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 15 വാക്യം, ഇഫ് യു ലവ് മീ യു വിൽ കീപ് മൈ കമാൻഡ്മെന്റ്സ്. റീജനറേഷൻ ലീഡ്സ് ടു ഒബീഡിയൻസ് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ ഒബേ ചെയ്യാൻ വേണ്ടി, ദാറ്റ്സ് എ വർക്ക് ഓഫ് ഒബീഡിയൻസ്. രണ്ടാമതായിട്ട് വർക്ക്സ് ഓഫ് ലവ് ആൻഡ് സർവീസ്. Galatians 5:6, faith working through love. James chapter 2 verse 17 says faith by itself, if it does not have works, is
dead. It means you have to do generosity, you have to show compassion, you have to service, you have to do sacrifices as you are a Christian. നമുക്ക് ഒത്തിരി അധികം ഉദാഹരണങ്ങൾ ഇതിനകത്ത് പറയാൻ പറ്റും അല്ലേ. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. മാക്സിമിലിയൻ മരിയ കോൾബെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. മാക്സിമിലിയൻ മരിയ കോൾബെ എന്ന് പറയുന്ന ഒരു പാതിരി, അദ്ദേഹം ഒരു സ്റ്റാർവേഷൻ ബങ്കറിലേക്ക് ഇദ്ദേഹത്തെയും മറ്റനേകരെയും കൊണ്ടിടുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഈ ബങ്കറിലുള്ള 2 തടവ് പുള്ളികൾ അവർ യേശുവിനെ അറിയുന്നതിലൂടെ മറ്റ് അനേകം പ്രയാസത്തിലൂടെ ഈ സോഷ്യൽ ഇഷ്യൂസൊക്കെ, പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ, 2 വ്യക്തികൾ ഈ ബങ്കറിൽ നിന്ന് ചാടിപ്പോയി. ഈ ബങ്കറിൻ്റെ മെയിൻ ആള് ചീഫ് പറഞ്ഞു, ഈ 2 പേരെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളിലുള്ള ഒരു വ്യക്തിയെ, ആ ഗാർഡിലെ ഒരു വ്യക്തിയെ എന്ത് ചെയ്യും, ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ 10 ദിവസം സമയം കൊടുത്തു. ഈ 2 പേര് തിരിച്ചു വന്നുമില്ല. ഈ ഗാർഡ്സിന് ഇവരെ കണ്ടുപിടിക്കാനും പറ്റിയില്ല. അവസാനം 10ാമത്തെ ദിവസം കഴിഞ്ഞ് 11ാമത്തെ ദിവസം ഗാർഡ്സ് എല്ലാം നിൽക്കുമ്പോൾ ഓരോരുത്തരെ മുന്നിലേക്ക് വിളിച്ചു. ചൂസ് ചെയ്തു. ഇങ്ങനെ ചൂസ് ചെയ്ത് വന്നപ്പോഴത്തേക്കിന് ഒരു ഗാർഡിന് നറുക്ക് വീണു. മറ്റുള്ളവരെ സ്റ്റാർവേഷൻ ബങ്കറിലേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ്. അവരോടൊപ്പം ഈ ഗാർഡിനെയും വിളിച്ചു നിർത്തി. ഈ ഗാർഡ് വലിയ വായിൽ നിലവിളിച്ചു, അയ്യോ എൻ്റെ മക്കൾ, അയ്യോ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ഇത് കേട്ടപ്പം മാക്സിമിലിയൻ മരിയ കോൾബെ അദ്ദേഹം മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യനെ അങ്ങ് മാറ്റിയേക്ക്, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പോകാം. ദാറ്റ്സ് എ സാക്രിഫൈസ്. അദ്ദേഹത്തെ മാറ്റി ഈ ലിസ്റ്റ് പുനർക്രമീകരിച്ചു. മാക്സിമിലിയൻ മരിയ കോൾബയെ ആ ഭടന് പകരം, ആ ഗാർഡിന് പകരം അവിടെ ചേർത്ത് വെച്ചു. അതിനുശേഷം ഇവരെ സ്റ്റാർവേഷൻ ബങ്കറിലേക്ക് കൊണ്ടിട്ടു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഈ മാക്സിമിലിയൻ മരിയ കോൾബയെ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി പ്രായമുള്ള വ്യക്തിയായിട്ട് തോന്നുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വളരെ ചെറുപ്പക്കാരനായിരുന്നു. ഒരു 28-30 വയസ്സ് പ്രായമൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ 50-60 വയസ്സ് തോന്നിക്കുമായിരുന്നു. അദ്ദേഹം അതുപോലെ സുവിശേഷത്തിന് വേണ്ടി നിന്നൊരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞു. ഓൾമോസ്റ്റ് 40 ദിവസം കഴിഞ്ഞു. സ്റ്റാർവേഷൻ ബങ്കർ തുറന്നു നോക്കിയപ്പോൾ ബാക്കി എല്ലാവരും മരിച്ചു. മാക്സിമിലിയൻ മരിയ കോൾബെ മാത്രം മരിച്ചില്ല. അതിനുശേഷം അദ്ദേഹത്തെ കാർബോളിക് ആസിഡ് കുത്തിവെച്ച് അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു. ഇങ്ങനെ സാക്രിഫൈസും ചെയ്യാൻ വേണ്ടി ഒരു ക്രിസ്തു ശിഷ്യന് മാത്രമേ പറ്റത്തുള്ളൂ. ബിക്കോസ് യു ആർ ഡൂയിങ് ദാറ്റ് സെക്കൻഡ് മൈൽ. നീ എൻ്റെയോടുകൂടെ 1 മൈൽ നടക്കാൻ പറഞ്ഞാൽ 2 മൈൽ നടക്കുവാൻ അത് ക്രിസ്തു ശിഷ്യനായിരിക്കും. ശരിക്കും ഹൃദയത്തിൽ നിന്ന് കമ്പൽഷൻ ഇല്ലാതെ വിശ്വസ്തയോടെ ചെയ്യുവാൻ ഒരു ക്രിസ്തു ശിഷ്യന് മാത്രമേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. You have to show compassion, you have to show generosity, you have to sacrifice yourself. That's a work of love and service. മൂന്നാമതായിട്ട് the works of witnessing. മത്തായി 5:16 കാണുന്നു, let your light shine before men that they may see your good works and glorify your Father in heaven. It's not for self glorifying, that's for the glory of the Lord. നാലാമതായിട്ട് works of holiness. തീത്തോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ കാണുന്നു. The grace of God teaches us to deny ungodliness and worldly lust. You have to do the work of holiness. പ്രവൃത്തി എന്നുള്ളത് നാം ഫലത്തെ പറ്റിയാണ് നാം കണക്ട് ചെയ്യുന്നത്. 5-ാമതായിട്ട് the works of kingdom purpose. മത്തായി സുവിശേഷം 28-19 വാക്യത്തിൽ കാണുന്നു, go therefore and make disciples. ഭൂമിയുടെ അറ്റത്തോളം പോയിട്ട് സാക്ഷികളാകണം, സുവിശേഷം അറിയിക്കണം. ഇതാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. അതല്ലാതെ ഈ പ്രവർത്തികൾ ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ രക്ഷ നഷ്ടമാകും. ഇവിടെ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ രക്ഷ നഷ്ടമാകുമോ? നോ. ഹല്ലേലൂയ. ബട്ട് ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഷൈൻ യുവർ ലൈറ്റ് ബിഫോർ അതേഴ്സ്. വളരെ സാവധാനത്തിൽ we have to understand the context and we have to understand why the scripture is written just like that. മനസ്സിലാവുന്നില്ലെന്നെങ്കിൽ നാം തെറ്റിപ്പോകും. അവസാനമായിട്ട് the daily walk. നാം ചെയ്തു പോരേണ്ടതിന് ദൈവമാവ മുന്നൊരുക്കി. that we should walk in the പെരിപത്തയോ എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. to walk habitual lifestyle. അത് 2-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് പോകാമോ? അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ
കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തെയും അനുസരണക്കേടും ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ അധിപതിയായവനെയും അനുസരിച്ച് നടന്നു എന്നൊരു വാക്കുണ്ട്. സെയിം വേർഡ്, പെരിപത്തയോ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. When you were alienated from Christ, you had a lifestyle. You had a habitual lifestyle. You were of this world. You were under the influence of the worldly triunion. And in here, you're regenerated and you have to walk in the newness of life by spreading His light to the other people. The same word, but two different perspectives. We have to have a habitual lifestyle of Christian foundation. ക്രിസ്തു വിശ്വാസിയായി ജീവിക്കുന്നതിൻ്റെ ഒരു സ്റ്റൈല് നമുക്ക് ഉണ്ടാക്കണം. ഞാൻ നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒറ്റ കാര്യം കൂടെ, ഫോൾസ് ടീച്ചിങ്സ് അബൌട്ട് വർക്ക്സ്, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ്. എന്തൊക്കെയാണ് ഫോൾസ് ടീച്ചിങ്? വർക്ക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോൾസ് ടീച്ചിങ്സ് 4 തരത്തിലുള്ള വർക്ക്സിനെ പറ്റി കാണുന്നുണ്ട്. ലീഗലിസം, ഒന്ന്, വി ഹാവ് ടു ഡു വർക്ക്സ് ടു മെയിൻറ്റെയിൻ സാൽവേഷൻ, ദാറ്റ്സ് ലീഗലിസം. അത് പുതിയതൊരു കാര്യമല്ല. ഗലാത്യ ലേഖനം എഴുതിയ സമയത്തും ഈ സംഭവം ഉണ്ടായിരുന്നു. 2, ആൻറ്റിനോമിനിയനിസം, നോ ലോ തിയോളജി. രക്ഷിക്കപ്പെട്ടു, സ്ഥാനപ്പെട്ടു, ഇനി ഒരു നിയമവും ഇല്ല. വീണാലും എങ്ങോട്ടാണ് വീഴുന്നത്? കൃപയ്ക്കകത്തോട്ട്. നമ്മൾ കൃപയ്ക്കകത്തല്ലേ, നമ്മൾ കൃപയ്ക്കകത്തോട്ടാ വീഴുന്നത്. തെറ്റാണ്. 3, പ്രോസ്പെറിറ്റി ആൻഡ് സെൽഫ് ഹെൽപ്പ് ക്രിസ്ത്യാനിറ്റി. ഗുഡ് വർക്ക്സ് ഇൻ ടു ഗുഡ് റിസൾട്ട്സ്. നോ, ദാറ്റ്സ് റോങ്, ദാറ്റ്സ് ഫോൾസ് ടീച്ചിങ്. 4, കൾച്ചറൽ ക്രിസ്ത്യാനിറ്റി. ഐ ഗോ ടു ചർച്ച്, ഐ സെർവ്, സോ ഐ മസ്റ്റ് ബി സേവ്ഡ്. യേശു പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നൊക്കെയുണ്ട്, അതിനുശേഷം ഞാൻ നിങ്ങളെ അറിയുന്നില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടി, വിശുദ്ധിയുടെ പ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തികൾ നമ്മെ സ്വർഗത്തിൽ എത്തിക്കത്തില്ല. നമ്മുടെ പ്രവർത്തികൾ നമ്മൾ നിത്യതയിലേക്ക് എത്തിക്കത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ദ വർക്ക് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലാണ് നാം രക്ഷിക്കപ്പെട്ടതെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം. ബിക്കോസ് ദിസ് ഈസ് യുവർ ഫൗണ്ടേഷൻ. ഈ അടിസ്ഥാനം നാം മറന്നുപോയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് വലിയ അർത്ഥമൊന്നും ഉണ്ടാകുകയില്ല. ഒന്നുകൂടെ ആ വാക്യം വായിച്ചിട്ട് ഞാൻ നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായി ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. We have to live in holiness. We have to live in obedience to the gospel. And we have to shine this light in the place where He had placed us. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാമോ? കർത്താവേ, ഞങ്ങളുടെ ചുരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, പ്രവർത്തിയാൽ ഞങ്ങൾ നീതീകരിക്കപ്പെടുന്നില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ റീജനറേറ്റ് ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന ആരുടെയെങ്കിലും ഹൃദയത്തിൽ രക്ഷയുടെ ആ സന്തോഷം ഇല്ല എന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ പരപ്രേരണയാൽ നിർബന്ധത്താൽ രക്ഷിക്കപ്പെട്ടു എങ്കിൽ, അങ്ങ് അവരുടെ ഹൃദയങ്ങളോട് സംസാരിക്കണം കർത്താവേ. അങ്ങ് അവരെ റീജനറേറ്റ് ചെയ്യണം കർത്താവേ. ആരും കർത്താവെ രക്ഷ നഷ്ടപ്പെടുത്തി കളയാതെ, കർത്താവ് നിത്യജീവൻ നഷ്ടമാക്കി കളയാതെ ആ നല്ല സ്വീകാര്യം മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. അവിടുത്തെ മഹത്വം ഞങ്ങളെ ദർശിപ്പിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.